മദീനയിൽ ഒരു കറുത്ത സ്ത്രീ ഉണ്ടായിരുന്നു. കാനത്തിമ്രഅത്തൻ സൗദ തക്കുമുൽ മസ്ജിദ. ആ സ്ത്രീയുടെ ജോലി മദീനത്തെ പള്ളിയുടെ മുറ്റവും പരിസരവും ഒക്കെ വൃത്തിയാക്കലാണ്, തൂത്ത് വൃത്തിയാക്കലായിരുന്നു അവരുടെ ജോലി. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സന്ദർഭത്തിൽ ആ സ്ത്രീയെ കാണാതായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് ചോദിച്ചു, പ്രിയപ്പെട്ട സഹാബത്തെ, നമ്മുടെ പള്ളിയുടെ മുറ്റവും പരിസരവും ഒക്കെ വൃത്തിയാക്കിയിരുന്ന ആ കറുത്ത സ്ത്രീ എവിടെ പോയി? സഹാബത്ത് പറഞ്ഞു, അള്ളാഹുവിൻ്റെ തിരുദൂതരെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടുപോയി. അവർ മരണപ്പെട്ടു എന്ന വാർത്ത കേട്ടപ്പോൾ, അവരുടെ മരണവാർത്തയെക്കുറിച്ച് കേട്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത പ്രയാസമായി. തങ്ങൾ വളരെ വിഷമത്തോടു കൂടി ചോദിച്ചു, അഫലാ കുന്തും ആദന്തുമൂനി, എന്താണ് സഹാബത്തെ ആ സ്ത്രീയുടെ മരണവാർത്ത നിങ്ങളെന്നെ അറിയിക്കാതിരുന്നത്? അന്നഹും സഖറു അംറഹ. സഹാബത്ത് അവരെ ഒരു നിസ്സാരമായി കണ്ടു. അവർ വലിയ തറവാട്ടുകാരിയല്ലല്ലോ, വലിയ സൗന്ദര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഉടമയല്ലല്ലോ. അവരുടെ ജോലി തൂപ്പ് ജോലിയാണല്ലോ. അതുകൊണ്ട് സഹാബാക്കൾ അവരെ വില കുറച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് എന്തിനാണ് അവരുടെ മരണവാർത്ത അറിയിക്കുന്നത് എന്ന ചിന്തയായിരുന്നു പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവർ അറിയിക്കാതിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ദുല്ലൂനി അലാ ഖബരിഹ, നിങ്ങൾ അവരുടെ ഖബർ എനിക്കൊന്ന് കാണിച്ചതാ. സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവരുടെ ഖബർ കാണിച്ചു കൊടുത്തു. പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ ഖബറിൻ്റെ ഓരത്ത് പോയി അവരുടെ പരലോക ജീവിതത്തിന് വേണ്ടി, അവരുടെ നന്മയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു എന്ന് ഹദീസിൽ കാണാൻ കഴിയും. പരിശുദ്ധമായ പള്ളി വൃത്തിയാക്കുന്നവർക്ക് ലഭിക്കുന്ന, മദീനത്തെ പള്ളി വൃത്തിയാക്കിയ ആ സ്ത്രീക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത ആ ബഹുമതി, ആ മഹത്വം, അവർക്ക് കൽപ്പിച്ച ആ വില ഈ സംഭവത്തിൽ നിന്നും പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ പള്ളികൾ വൃത്തിയാക്കുക, പള്ളിയിൽ കിടക്കുന്ന മാലിന്യങ്ങളും കരടുകളും ഒക്കെ ചപ്പുചവറുകളൊക്കെ മാറ്റിക്കളയുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മങ്ങളായിട്ട് നമ്മളെ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പള്ളികളെ സ്നേഹിക്കാനും അത് വൃത്തിയോടെ പരിപാലിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുന്നു.